ഏവർക്കും സ്വാഗതം. മതപരമായ ചർച്ചകളിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന, എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് സഭ അഥവാ ചർച്ച്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പാസ്റ്റർ എൽവിസ് നടത്തിയ വളരെ ആവേശകരമായ ഒരു പ്രസംഗമാണ്. എന്താണ് സഭയുടെ യഥാർത്ഥ ബൈബിൾ അധിഷ്ഠിത നിർവചനം എന്ന് നമുക്ക് വളരെ നിഷ്പക്ഷമായി ഒന്ന് പരിശോധിക്കാം. ആ സ്രോതസ്സിൽ ഉന്നയിച്ചിട്ടുള്ള വളരെ ലളിതവും എന്നാൽ ആഴത്തിലുള്ളതുമായ ഒരു ചോദ്യത്തോടെ തന്നെ നമുക്ക് തുടങ്ങാം. സഭ അല്ലെങ്കിൽ ചർച്ച് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? അതൊരു ഭൗതികമായ കെട്ടിടമാണോ, അതോ തികച്ചും വ്യത്യസ്തമായ മറ്റെന്തെങ്കിലുമാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പാസ്റ്ററുടെ 40 മിനിറ്റ് നീളമുള്ള ഈ സന്ദേശം എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി നമുക്കിതിനെ പ്രധാനമായും 4 ഭാഗങ്ങളായി തിരിക്കാം. സഭയുടെ യഥാർത്ഥ അർത്ഥം, ഒന്നിച്ചുകൂടാനുള്ള ദൈവിക പദ്ധതി, കൂട്ടായ്മയുടെ 7 ആത്മീയ തത്വങ്ങൾ, പിന്നെ അവസാനമായി ആദ്യകാല സഭാ മാതൃക. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. സഭയുടെ യഥാർത്ഥ അർത്ഥം. പ്രസംഗത്തിൽ പറയുന്ന ബൈബിൾ വാക്യങ്ങൾ അനുസരിച്ച് സഭയുടെ യഥാർത്ഥ നിർവചനം എന്താണെന്ന് നോക്കാം. ഇവിടെ പ്രാസംഗികൻ എടുത്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പുതിയ നിയമത്തിൽ, കൃത്യമായി പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷത്തിൽ, യേശു ഉപയോഗിച്ച ഗ്രീക്ക് പദം എക്ലേഷ്യ എന്നാണ്. കേൾക്കുമ്പോൾ കൗതുകം തോന്നാം. ഇതിനർത്ഥം ഒരു കെട്ടിടമോ വാസ്തുവിദ്യയോ ഒന്നുമല്ല, മറിച്ച് ലോകത്തിൽ നിന്ന് വേർതിരിച്ചു വിളിക്കപ്പെട്ട് ഒന്നിച്ചുകൂടിയ ആളുകളുടെ സജീവമായ ഒരു കൂട്ടം എന്നാണ്. ഇതൊരു വലിയ ആശയപരമായ മാറ്റമാണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കാലത്ത് സഭ എന്ന് പറയുമ്പോൾ ഭൗതികമായ കെട്ടിടങ്ങളും മണികളും കുരിശുകളും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ പാസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്ന ബൈബിളധിഷ്ഠിത കാഴ്ചപ്പാടിൽ അതൊരു സജീവമായ ആത്മീയ കുടുംബമാണ്. ഈ 2 കാഴ്ചപ്പാടുകളും തമ്മിൽ ശരിക്കും വലിയ അന്തരമുണ്ട്. അടിസ്ഥാന നിർവചനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് നീങ്ങാം. ഈ ജനങ്ങളെ ഇങ്ങനെ ഒന്നിച്ചു കൂട്ടുന്നതിന് പിന്നിലെ ദൈവീക പദ്ധതി യഥാർത്ഥത്തിൽ എന്താണ്? തിരുവചനത്തിൽ നിന്നുള്ള വളരെ ശക്തവും മനോഹരവുമായ ഒരു രൂപകം പാസ്റ്റർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അതുപോലെ തന്നെ ദൈവം തന്റെ ജനത്തെ ഒന്നിച്ചുകൂട്ടി ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈ വാക്യം വളരെ വ്യക്തമായി കാണിച്ചു തരുന്നു. അതായത് ഇങ്ങനെ ജനങ്ങളെ ഒന്നിച്ചുകൂട്ടുന്നത് കേവലം ഒരു ചടങ്ങല്ല കേട്ടോ, മറിച്ച് ചിതറിപ്പോയ ആളുകളെ ഒരൊറ്റ ആട്ടിൻകൂട്ടമായി സ്നേഹത്തോടെ ക്ഷണിക്കാനും അവരുടെ മുറിവുകൾ ഉണക്കാനും അവരെ ഒന്നിപ്പിക്കാനുമുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ പ്രക്രിയയാണത്. ഇത് നമ്മെ ഈ സന്ദേശത്തിന്റെ ഏറ്റവും നിർണായകമായൊരു ഭാഗത്തേക്കെത്തിക്കുകയാണ്. കൂട്ടായ്മയുടെ 7 ആത്മീയ തത്വങ്ങൾ. ദൈവം ഉദ്ദേശിച്ച ഈ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ ആത്മീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വളരെ കർശനമായൊരു ചട്ടക്കൂട് തന്നെ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നിച്ചുകൂടുന്ന ഒരു വിശ്വാസ സമൂഹത്തിൽ പങ്കുചേരാൻ ഒരു വ്യക്തി തയ്യാറാകാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ 7 വ്യത്യസ്ത ആത്മീയ യാഥാർത്ഥ്യങ്ങളായിട്ടാണ് പാസ്റ്റർ ഇതിൽ കൃത്യമായി വിഭജിച്ചിരിക്കുന്നത്. ഈ 7 പോയിന്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിനും അതുപോലെ പരസ്പര ക്ഷമയും ആത്മീയ വളർച്ചയും കണ്ടെത്തുന്നതിനും ഉൾപ്പെടെയുള്ള എല്ലാ യഥാർത്ഥ ആത്മീയ ചൈതന്യവും ഒരൊറ്റ സഭയായി ഒത്തുചേരുന്നതുമായി മാത്രമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു കൂട്ടായ്മയില്ലാതെ ആത്മീയ വളർച്ച അസാധ്യമാണെന്ന് ഈ സ്രോതസ് അടിവരയിട്ട് പറയുന്നു. ഇതിലെ 4ാമത്തെ പോയിന്റ് പാസ്റ്റർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് കേട്ടോ. ആ വാദം ഇതാണ്: ക്രിസ്തു സഭയ്ക്കുവേണ്ടി തന്നെ ബലിയർപ്പിച്ചതുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്നാൽ അതേസമയം അവന്റെ ജനങ്ങളുടെ കൂട്ടായ്മയെ ഒഴിവാക്കുകയും ചെയ്യുന്നത് ബൈബിൾ പ്രകാരം അസാധ്യമായ ഒരു കാര്യമാണെന്ന് അദ്ദേഹം വളരെ ശക്തമായി വാദിക്കുന്നു. ഇത്രയും തീവ്രമായ ദൈവശാസ്ത്രവാദങ്ങളെ കൂടുതൽ വ്യക്തമാക്കാൻ നമ്മുടെ അവസാന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യകാല സഭാ മാതൃക. ആദ്യകാല ക്രിസ്ത്യാനികൾ ഈ കൂട്ടായ്മയെ എങ്ങനെയാണ് വിജയകരമായി മാതൃകയാക്കിയത് എന്ന് നമുക്ക് നോക്കാം. റോമർ 16-ാം അധ്യായവും അപ്പൊസ്തലന്മാരുടെ പ്രവൃത്തികളും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വളരെ രസകരമായൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദ്യകാല സഭകളെന്ന് പറയുന്നത് ഇന്ന് നാം കാണുന്നതുപോലെ വലിയ വാസ്തുവിദ്യാ വിസ്മയങ്ങളോ കത്തീഡ്രലുകളോ ഒന്നുമല്ലായിരുന്നു, മറിച്ച് വിശ്വാസികളുടെ വീടുകളിലെ സ്വീകരണമുറികളിൽ നടന്ന വളരെ ലളിതവും ഊഷ്മളവുമായ ഒത്തുചേരലുകൾ മാത്രമായിരുന്നു. ഈ പ്രസംഗം അവസാനിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിനെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. തന്റെ ആ വലിയ മാനസാന്തരത്തിന് ശേഷം പൗലോസ് ആദ്യം ചെയ്തത് എന്താണെന്നോ? വിശ്വാസികളുടെ ഒരു പ്രാദേശിക കൂട്ടായ്മയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരോടൊപ്പം ചേരുക എന്നതാണ്. അതെ, ഒറ്റയ്ക്ക് നിൽക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അങ്ങനെ ഈ സന്ദേശത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ വിശകലനം ഇവിടെ അവസാനിക്കുകയാണ്. പോകുന്നതിനു മുൻപ് ചിന്തിക്കാനായി വളരെ ശക്തമായൊരു ചോദ്യം ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്.
നിങ്ങൾ വെറുമൊരു ഭൗതിക കെട്ടിടത്തിൽ മാത്രം പോയി വരുന്ന ഒരാളാണോ, അതോ ഒരു യഥാർത്ഥ ആത്മീയ കുടുംബത്തിന്റെ സജീവമായൊരു ഭാഗമാണോ? ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ.